നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ദിലീപ് കേസിൽ ഒരു നിർണായക വിധിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കാരണം ദിലീപിനെ തകർന്ന് കാണുവാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന മനുഷ്യർക്ക് മുന്നിൽ പക്ഷെ അതിനെയെല്ലാം വിഫലമാക്കിക്കൊണ്ട് ദിലീപ് ഈ കേസിൽ പ്രതി അല്ല എന്നുള്ളൊരു വിധിയാണ് ഇപ്പോൾ കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇനി എങ്ങനെയായിരിക്കും അതിജീവിതയുടെ നീക്കമെന്നൊക്കെ ഉറ്റുനോക്കുന്നുണ്ട്. എന്തായാലും പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിലേക്ക് നീങ്ങാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇനി എന്തായിരിക്കും ദിലീപിനെ കാത്തിരിക്കുന്ന മറ്റു വഴികൾ? തീർച്ചയായിട്ടും ഇനി ഹൈക്കോടതിയിലേക്ക് പ്രോസിക്യൂഷൻ പോകുന്നു എന്ന് പറയുന്നുണ്ട്. നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. നീണ്ട 8 വർഷത്തെ ഒരു വിചാരണയാണ്. കുറേ മാധ്യമ വിചാരണ ചെയ്തു, ജനവിചാരണ കഴിഞ്ഞു, ഒപ്പം കോടതി വിചാരണ. ഈ 8 വർഷത്തെ വിചാരണയിൽ പല തെളിവുകൾ കിട്ടി, പല തെളിവുകൾ പോയി, പലത് മിസ്സായി, പല മൊഴികൾ കൂറുമാറിയ ആൾക്കാർ ഇത്തരത്തിൽ നിരവധി പ്രക്ഷുബ്ധമായ ഘട്ടത്തിലൂടെയാണ് ഒരുപക്ഷെ അതിജീവിതയും ദിലീപും ഒക്കെ കടന്നുപോയത്. 1 മുതൽ 6 വരെയുള്ള പ്രതികളുടെ കാര്യം നമുക്ക് വിട്ടേ, കാരണം അവർ ക്രിമിനൽസാണ്. അവർക്ക് ഈ ശിക്ഷ ഇനി എന്താണോ ശിക്ഷ വിധിക്കുന്നതെന്നുള്ള അറിയില്ല. ഞാൻ പറയുന്ന തക്ക ശിക്ഷ തന്നെ കൊടുക്കണം. അവരാണ് ഏറ്റവും അധികം. 1-ാം പ്രതി പൾസർ സുനി ഉൾപ്പെടെ ഇങ്ങോട്ടുള്ള 6 പേരാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തികൾ. അവർക്ക് കൊട്ടുക തന്നെ വേണം കൃത്യമായിട്ടുള്ള ശിക്ഷ. പക്ഷേ അപ്പോഴും ജനം ഉറ്റുനോക്കുന്നത് ദിലീപ് എന്ന് പറയുന്ന ഒരു സിനിമാ നടനിലേക്കായിരുന്നു. ഒരുപക്ഷെ ജനപ്രിയ നായകൻ എന്നൊക്കെ ഒരു കാലത്ത് തിളങ്ങി നിന്ന സിനിമാ മേഖലയിലെ മുടിചൂടാ മന്നനായിട്ടുള്ള, അല്ലെങ്കിൽ ആ ഒരു സിംഹാസനത്തെ ഒരുപക്ഷെ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് പൃഥ്വിരാജും ഒന്നും ഇല്ലാതിരുന്ന സന്ദർഭത്തിൽ ദിലീപ് വാണിരുന്ന ഒരു സിനിമാ ലോകമുണ്ടായിരുന്നു. എത്തരത്തിലാണ് ദിലീപിലേക്ക് ഈ ഒരു ഗൂഢാലോചന എത്തിയെന്ന് ദിലീപ് വിധി വന്നതിന് ശേഷം പുറത്തിറങ്ങിയപ്പോൾ ആദ്യം പരാമർശിച്ചത് മഞ്ജുവിനെയായിരുന്നു. മഞ്ജു പറഞ്ഞിരുന്ന ഒരു വാക്കിൽ കയറി തൂങ്ങിയാണ് പിന്നീട് തനിക്കെതിരെ ഗൂഢാലോചന വന്നത് എന്നുള്ളത്. ദിവസം തന്നെ ഗൂഢാലോചന തുടങ്ങിയായിരുന്നു. അതായത് മഞ്ജു പറഞ്ഞത് ഇതിന്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ട്, ആരോ പിന്നിലുണ്ട് എന്നുള്ളത്. അത് മഞ്ജു പറഞ്ഞപ്പോൾ തന്നെ മാധ്യമങ്ങൾ ഉൾപ്പെടെ വിചാരണ ചെയ്യുന്നു ദിലീപാണ്. കാരണം മഞ്ജു വാര്യർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ദിലീപ് തന്നെയാണ് എന്നുള്ളത്. പിന്നീട് ഗൂഢാലോചന പദ്ധതി ദിലീപിലേക്ക് വരുന്നു. ദിലീപിന്റെ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ചിന്തിക്കാം. ദിലീപ് ഇപ്പോൾ പറയുന്നത് അത്തരത്തിൽ ഗൂഢാലോചന വരുന്നു. സന്ധ്യ, ശ്രീജിത്ത് ഇവരായിരുന്നു വരുന്ന. വളരെ അതിവേഗമായിരുന്നു ദിലീപിനെ പൂട്ടാനുള്ള ഒരു തത്രപ്പാട്. അവിടെയൊക്കെ പോലീസിന്റെ ഒരു വല്ലാത്തൊരു വെപ്രാളം നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അതിൽ പലപ്പോഴും ഈ പറയുന്നോണം ദിലീപിനും എസ്കേപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഉണ്ടെങ്കിൽ ദിലീപിന് എസ്കേപ്പ് ചെയ്യാൻ പറ്റുന്ന വഴികളും അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ ദിലീപിനെ പൂട്ടാൻ വേണ്ടിയിട്ട് വലിയൊരു ഗൂഢാലോചന എത്തുന്നു. 8 നിലയിൽ ദിലീപ് കൂട്ടുന്നു, ജയിലിൽ കിടക്കുന്നു, വീണ്ടും ജാമ്യത്തിൽ ഇറങ്ങുന്നു. പിന്നീടാണ് ഈ പറയുന്നത് പോലെ അതിജീവിത എന്ന് പറയുന്ന പെൺകുട്ടി പോലും ഗൂഢാലോചനയുണ്ട് എന്ന് പറയുന്നത്. ആദ്യം മഞ്ജു വാര്യരാണ് പറയുന്നത്. അപ്പോൾ അതിലൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം, ദിലീപിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുകയാണ്. നീണ്ട 8 വർഷം അദ്ദേഹത്തിൻ്റെ കരിയർ, അദ്ദേഹത്തിൻ്റെ ജീവിതം, അദ്ദേഹത്തിൻ്റെ കുട്ടികൾ, ഫാമിലി, ഇതെല്ലാം അടങ്ങുന്ന ഒരു മനുഷ്യൻ തെറ്റ് ചെയ്തിട്ടില്ലാണെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ ഒരുപാട് അനുഭവിച്ച ഘട്ടങ്ങളാണോ നീണ്ട 9 വർഷം. അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം കോടികൾ ചെലവഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു പക്ഷേ ആ മനുഷ്യനെ താഴ്ത്തുന്നതിലും അങ്ങേയറ്റമാണ്. അതിൻ്റെ ഒരു വിധിയാണ് അദ്ദേഹത്തിന്. സത്യമാണോ സത്യമേവ ജയതേ എന്ന് നമ്മൾ പറയുന്നത് പോലെ അത് തന്നെയാണെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ദിലീപിൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ളത് ദിലീപ് അത് തെളിയിച്ചു. പക്ഷേ അവിടെയും ചില സംശയങ്ങൾ ഇപ്പോഴും ജനങ്ങളുടെ ഇടയിലേക്ക് വരുന്നു. പൾസർ സുനിയെ അറിയില്ല എന്ന് പറയുന്നത് ദിലീപ് പറഞ്ഞ ആദ്യത്തെ പൊട്ടത്തരമാണ്. കാരണം പൾസർ സുനിയുമായിട്ട് ഈ പറയുന്ന സിനിമാ കമ്പനിയിൽ നിന്ന് കൊടുത്തതും മാത്രമല്ല, പൾസർ സുനിയെ മൊത്തത്തിൽ സിനിമാ മേഖലയിലുള്ള എല്ലാവർക്കും അറിയാം. മിക്ക സിനിമകളിൽ ഡ്രൈവറായിട്ടും ഈ അസിസ്റ്റൻ്റായിട്ടും പല രീതിയിലും ഒരു സിനിമാ പ്രവർത്തകരുടെ ഇടയിൽ ഒരു മീഡിയേറ്റർ തന്നെയാണ് പൾസർ സുനി. അതുകൊണ്ട് എല്ലാവർക്കും അറിയാം. പിന്നീട് രണ്ടാമത് ഒരു പക്ഷേ ഈ പറയുന്ന തെളിവ് വീഡിയോ കണ്ടു എന്ന് പറയുന്നു. ഈ പറയുന്ന ബാലചന്ദ്ര മേനോനുമായിട്ട് അത് 2 വർഷത്തിന് ശേഷമാണ് ബാലചന്ദ്ര മേനോൻ പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങളാണ് ദിലീപിലേക്ക് സംശയം ഉരുവാക്കുന്നത്. അപ്പോൾ മഴവിൽ മനോരമയുടെ ഒരു പരിപാടിയിൽ വെച്ചിട്ട് ഇത്തരത്തിൽ തന്റെ കുടുംബത്തെ നശിപ്പിച്ച ആ നടിക്ക് തക്ക ഇത് കൊടുക്കുമെന്നും ഫിലിം ഫീൽഡിൽ നിന്ന് ഔട്ടാക്കുമെന്നൊക്കെ പറയുന്ന ദിലീപിനെ നമുക്ക് കാണാൻ പറഞ്ഞു. അതൊക്കെയാണ് ദിലീപിനെതിരായിട്ടുള്ളൊരു മൊഴിയായിട്ട് വന്നത്. അപ്പോഴും ഒരു വിഭാഗം ആൾക്കാർ ദിലീപിനെ അനുകൂലിച്ചെന്ന് നിൽക്കാൻ, ദിലീപ് തെറ്റ് ചെയ്തിട്ടില്ല. ഒരുപക്ഷെ മകളെ സ്നേഹിക്കുന്ന, സ്ത്രീകളെ ബഹുമാനിക്കുന്ന ദിലീപിനെ ഇപ്പോഴും ഇന്ന് തന്നെ ദിലീപ് വീട്ടിലേക്ക് ചെന്നപ്പോൾ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ആരാധകർ ദിലീപിനെ കൊണ്ടുവരികയും അതേപോലെ തന്നെ ആ കോടതി വളപ്പിൽ തന്നെ മിക്ക സ്ത്രീകളും ഇതിനു മുന്നേ പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥനയിലാണ് നിൽക്കുന്നത് എന്നൊക്കെ. അതെ 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 അപ്പൊ അത്തരത്തിലുള്ള സ്ത്രീകൾ എപ്പോഴും ദിലീപ് പക്ഷത്ത് നിൽക്കുന്നത് നമുക്ക് കാണാം. അത് എന്തുകൊണ്ടോ ദിലീപിന് സ്ത്രീകളോടുള്ള ഒരു ബഹുമാനം
ശതമാനവും പലപ്പോഴും സംസാരിക്കുന്ന രീതിയും ഒക്കെ ആയിരിക്കും അവർ പ്രേക്ഷകർ ഇത്തരത്തിൽ ദിലീപിലേക്ക് അടുക്കുന്നത്. എന്തു തന്നെ ആയിക്കോട്ടെ, പക്ഷെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നീതി ഉണ്ട്, സത്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ നീതിയാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ കൊടുക്കുക തന്നെയാണ്, സത്യമേവ ജയതേ തന്നെയാണ്. ഇവിടെ ഇനി ഒരു പക്ഷേ ദിലീപ് തെറ്റുകാരനെങ്കിൽ, ഇപ്പോൾ മാധ്യമ വിചാരണ അടക്കം കഴിഞ്ഞിരിക്കുന്നു, ദിലീപ് തെറ്റുകാരനാണെന്ന് ഇപ്പോഴും മാധ്യമങ്ങൾ ഘോരഘോരമായിട്ട് പറയുന്നുണ്ട്, പല മാധ്യമങ്ങളും പറയുന്നുണ്ടെങ്കിൽ ഇവിടെ പ്രോസിക്യൂഷന്റെ മിസ്റ്റേക്കുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. പ്രോസിക്യൂഷന്റെ ശരിക്കും പറഞ്ഞാൽ ഈ അതിജീവിതയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് നല്ലൊരു അഡ്വക്കേറ്റിനെ ഏർപ്പാടാക്കാൻ പറ്റിയില്ല എന്നുള്ളത്. പലതും പാളിപ്പോയിരിക്കുന്നു. ഇന്നലെ പോലും എനിക്കൊന്ന് ടി.പി. മിനി ഡിബേറ്റിലൊക്കെ വന്ന് പങ്കെടുക്കുന്നുണ്ട്. അവരുടെ സംഭാഷണത്തിൽ നിന്ന് തന്നെ നമുക്കറിയാം ദിലീപിന് ഈസി ആയിട്ട് ഊരിപ്പോകാനുള്ള പല ഇതുമുണ്ട്. നമുക്കൊരു അഡ്വക്കേറ്റിനുമായിട്ട് സംസാരിക്കുമ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ള സംസാരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അവർ എത്രമാത്രം അവർക്കിതിൽ കഴിവുണ്ട്, പാഠമുണ്ട് എന്നുള്ളത്. പ്രോസിക്യൂഷൻ ഈ പറയുന്നത് പോലെ ഈ പറയുന്ന തെളിവുകൾ നശിപ്പിച്ചു എന്ന് ദിലീപ് പറയുന്നിടത്ത് അത് തെളിയിക്കാൻ പറ്റിയിട്ടില്ല. രണ്ടാമത്തത് ഈ പറയുന്ന ഗൂഢാലോചന ദിലീപ് നടത്തി എന്നുള്ളത് തെളിയിക്കാൻ പറ്റില്ല. കാരണം പൾസറുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടെന്നുള്ളത് തെളിയിക്കാൻ പറ്റിയിട്ടില്ല. തെളിവ് വീഡിയോ ദൃശ്യങ്ങൾ ദിലീപ് വീട്ടിൽ വിളിച്ച് കണ്ടു എന്ന് ബാലേന്ദ്രൻ പറയുന്നുണ്ട്. പക്ഷേ ആ തെളിവുകൾ ദിലീപ് കുറേയൊക്കെ നശിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. ഇതൊന്നും തെളിയിക്കാൻ പറ്റില്ല. മാത്രമല്ല ദിലീപ് അങ്ങനെ ഡയറക്റ്റ് കണ്ട് ഫോണിലൂടെ സംസാരിച്ചിട്ടില്ല. ഇൻഡയറക്റ്റിൽ പലരും സംസാരിച്ചു. ഇതൊക്കെ കോടതിക്ക് വേണ്ടുന്നത് തെളിവുകളാണ്. ഇതൊന്നും കൃത്യമായിട്ട് ഹാജരാക്കാൻ ഈ പറയുന്ന ADGPക്കോ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കോ അത് കൃത്യമായിട്ട് പ്രോസിക്യൂഷന് അത് കൃത്യമായിട്ട് കോടതിയിൽ എത്തിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഇത്തരത്തിൽ അങ്ങനെ പല മിസ്റ്റേക്കുകളും ഇവിടെ പ്രോസിക്യൂഷനും അതുപോലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരും സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് പ്രതിപക്ഷം ഉൾപ്പെടെ പറയുന്ന ഒരു കാര്യമുണ്ട്. പിണറായി വിജയൻ സർക്കാർ അതിജീവിതയ്ക്കൊപ്പം എന്ന് ഇന്നും പറയുന്നുണ്ട്. പക്ഷെ അതിജീവിതയ്ക്കൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭാഗത്തൂടെ ദിലീപിനെ രക്ഷപ്പെടുത്താനുള്ള പല കാര്യങ്ങളുമാണോ ചെയ്തത് എന്നുള്ളത് പല മിസ്റ്റേക്കുകളും അവിടെ സംഭവിച്ചിട്ടുണ്ട്. WCC അടക്കമുള്ള ഈ ഒരു കേസ് വന്നതിന് ശേഷം WCC അടക്കമുള്ളവർ എന്താണ് ചെയ്തത്? രണ്ടാമത് അവർ ഈ പറയുന്നത് പോലെ പല കാര്യങ്ങളും സ്ത്രീ പക്ഷത്ത് നിന്നുകൊണ്ട് ചെയ്ത് അതൊക്കെ എന്തായി? അപ്പോൾ ഈ പറയുന്ന സ്ത്രീപക്ഷം എന്ന് പറഞ്ഞിട്ടും ഒരു പക്ഷേ പിണറായി സർക്കാരിന് എന്തുമാത്രം ഈ ഒരു കേസിൽ ഡെവലപ്മെന്റ് ഉണ്ടാക്കിയാൽ എന്തുമാത്രം അതിജീവിതയ്ക്ക് വേണ്ടി പ്രയത്നിക്കാൻ പറ്റി എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഇപ്പൊ സന്ധ്യ തന്നെ പിന്നീട് മാറുന്ന ഒരു രംഗം കണ്ടു, ശ്രീജിത്തിനെ മാറ്റുന്ന രംഗം കണ്ടു. അപ്പോൾ ഇത്തരത്തിൽ എന്തോ ഒരു കുഴഞ്ഞു മറിഞ്ഞ രീതിയിൽ ചിലതൊക്കെ അനുകൂലമായിട്ട് ദിലീപിന് വന്നതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ദിലീപ് ഇന്ന് കുറ്റവിമുക്തനാക്കപ്പെട്ടത്. അല്ലെങ്കിൽ ദിലീപിന്റെ ഭാഗത്ത് ശരി ഉണ്ട് അല്ലെങ്കിൽ സത്യമുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ഈ രണ്ട് ഭാഗത്തും നമുക്ക് നിൽക്കാം. ഇപ്പോഴും ഒരു പക്ഷെ പലരും പറയുന്ന ദിലീപ് ഇപ്പോഴും കുറ്റക്കാരനാണ് അല്ലെങ്കിൽ ഇതിനകത്ത് ഇൻവോൾവ് ആണ് എന്നുള്ളത്. അതിന് പറയാനും കാരണമുണ്ട്. കാരണം ഇന്നിപ്പോൾ കോടതി ഒരു ചോദ്യം ചോദിക്കണമായിരുന്നു അല്ലേ? ഇന്ന് കോടതി വിധി വന്നപ്പോൾ ഒരു ചോദ്യം ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നേരെയും പ്രോസിക്യൂഷൻ നേരെയും കോടതി ഒരു ചോദ്യം ചോദിക്കണം. എങ്കിൽ പൾസർ സുനി എന്തിനാണ് ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചത്? ഈ 6 പേര് എന്താണ് അതിന്റെ ലക്ഷ്യം? എന്താണ് ഇതിന്റെ പിന്നിലെ ഗൂഢതന്ത്രം അല്ലേ? ഒരാൾക്ക് ഒരു കാര്യമില്ലാതെ ഒരു പെൺകുട്ടിയോട് ഇങ്ങനെ അതിക്രമം കാണും. പിന്നെ ഉണ്ട് നമ്മളിപ്പോൾ ഡൽഹി കേസ് പോലുള്ള വ്യക്തികൾ അറിയാത്ത 2 വ്യക്തികൾ ഇപ്പോൾ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു, കൂട്ടബലാത്സംഗം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെ, അത് പ്രത്യേകിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത്തരത്തിൽ പ്രശസ്തമായിട്ടുള്ളൊരു നടി അങ്ങനെ കൊണ്ടുവന്ന് ഇത് ചെയ്യുകയാണെങ്കിൽ അവർ ഈ പറയുന്ന പൾസർ സുനിയൊന്നും അത്രയും ഇതുള്ള വ്യക്തികളല്ല. അവരെ പിറ്റേന്ന് തൂക്കും എന്നുള്ളത് കൃത്യമായിട്ട് അറിയാലോ. അപ്പോൾ ഈ വീഡിയോ ചിത്രീകരിച്ച് ഇനി ബ്ലാക്ക് മെയിൽ ചെയ്യാനാണോ എന്നുള്ളതും അറിയില്ല. ഇവന്മാര് തന്നിൽ പ്ലാൻ ചെയ്ത് ഈ പറയുന്ന അന്നത്തെ നടിയുടെ ഡ്രൈവർ ഉൾപ്പെടെയുള്ള പ്ലാൻ ചെയ്ത്. പക്ഷെ അപ്പോഴും നടി പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ആ കൊട്ടേഷൻ തന്ന ആളെക്കാളും ഇരട്ടി പണം തരാൻ പറയാം. അപ്പൊ പണമല്ല അവിടെ ലക്ഷ്യമുള്ള എന്നുള്ളത് മനസ്സിലായി. ഇനി കൊട്ടേഷൻ ആണോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ കൊട്ടേഷൻ അല്ലെ ഇവർ തന്നെ സെൽഫായിട്ട് ചെയ്ത ഒരു കൊട്ടേഷനോ ആവാൻ സാധ്യത. കാരണം പൾസർ സുനിയെ നേരത്തെ ഈ പറയുന്ന പെൺകുട്ടിക്ക് അറിയാം, നടിക്ക് അറിയാം. അപ്പൊ അത്തരത്തിൽ മറ്റെന്തെങ്കിലും ഇവർ തമ്മിലുള്ള ക്ലാഷിന്റെ പുറത്താണ് ഒന്നും നമുക്കറിയില്ല. കാരണം ഇതിപ്പോ ദിലീപ് കുറ്റവിമുക്തനായപ്പോ പല ചോദ്യങ്ങൾ അവിടെ ഉയരുകയാണ്. എന്തിനാണ് ഈ പെൺകുട്ടിയോട് ഇങ്ങനെ കാണിച്ചത്? അപ്പോൾ വെറും ഒരു ബലാത്സംഗം, ഒരു വൃത്തികെട്ട ഒരു ക്രിമിനൽ മൈൻഡുള്ള ഒരു വ്യക്തി ആ നടിയോട് ചെയ്ത് അതിക്രൂരമായിട്ടുള്ള ഒരു ഇതായിട്ട് ഇപ്പോൾ മാറിയിരിക്കുകയാണത്. ഇതിന്റെ പിന്നിൽ ഗൂഢാലോചന ഉണ്ട് എന്ന് മഞ്ജു വാര്യർ പറഞ്ഞത് അത് അസ്തമിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ പിന്നിൽ ഗൂഢാലോചനയില്ല. ഈ വ്യക്തി ഗുണ്ട നേതാക്കന്മാരെല്ലാം കൂടെ ചേർന്ന് ഈ പെൺകുട്ടിക്ക് നേരെ കൊടുത്ത ഒരു അതിക്രമമായിട്ട് മാത്രം
ഇത് ഇനിയിപ്പോൾ തഴയപ്പെടുമോ എന്നുള്ളതാണ്. അങ്ങനെയെങ്കിലും ഒരു ചോദ്യമുണ്ട്. കൃത്യമായിട്ട് പൾസർ സുനിക്ക് അടക്കം അറിയാം ഇത്തരത്തിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമാകാം, അല്ലെങ്കിൽ ജയിലേക്ക് ഇത്ര ബുദ്ധിയില്ലാതെ എന്താണ് ചെയ്യാൻ കാരണമെന്നുള്ളതും അറിയില്ല. അത് മാത്രമല്ല, അതിനുശേഷം പൾസർ സുനിയുടെ വക്കീലടക്കം അല്ലേ പോയിരിക്കുന്ന വലിയ പ്രശസ്തരായിട്ടുള്ള, ഒരു പക്ഷേ അതിജീവിതയ്ക്ക് പോലും അത്രയും നല്ലൊരു അഡ്വക്കേറ്റിനെ കിട്ടില്ല. സുപ്രീം കോടതി വരെ പോയത് ആരാണ്? പൾസർ സുനി ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷമുള്ള ആഡംബര ജീവിതം, ഇതിൻ്റെയൊക്കെ ഫണ്ട് എവിടെ നിന്നാണ്? അപ്പോൾ ഇതൊക്കെ ഒരു സംശയാസ്പദമായിട്ട് നിൽക്കണം. അതിൻ്റെ പിന്നെ ദിലീപ് അല്ലെങ്കിൽ മറ്റാരാണ്? മുടിചൂടാ മന്നനായിട്ടുള്ള ദിലീപ് എന്ന ആ ഒരു സിനിമാ നടന്റെ കരിയർ നശിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഈ പെൺകുട്ടിയെ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഈ പെൺകുട്ടിക്ക് നേരെ അതിക്രമം കാണിച്ച നേരെ ദിലീപിലേക്ക് തിരിയുമെന്ന് പറഞ്ഞുകൊണ്ട് മനഃപൂർവ്വം അത്തരത്തിൽ എന്തെങ്കിലും ഗൂഢാലോചന മറ്റാരെങ്കിലും നടത്തിയതാണോ? ഇതൊക്കെ ഇനി അന്വേഷിക്കേണ്ടതായുണ്ട്. ശരിക്കും ഇതിന്റെ കൃത്യത പുറത്തു വരണം. കാരണം ദിലീപ് തെറ്റുകാരനല്ല എന്ന് കോടതി വന്നിട്ടുണ്ടല്ലോ, അതിന്റെ പിന്നിൽ ആരാണ് എന്നുള്ളത് ഇനി അന്വേഷിക്കേണ്ടത്. കൃത്യമായിട്ട് അതിജീവിതയ്ക്ക് നീതി കിട്ടണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഒരു പെൺകുട്ടി സഹിക്കാവുന്നതിന്റെ അങ്ങേയറ്റം 8 വർഷത്തോളം സഹിച്ച് പലപ്പോഴും മൊഴി രേഖപ്പെടുത്തുമ്പോഴൊക്കെ കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങി വരുന്നത്. ഇപ്പോഴും എല്ലാവരും ദിലീപ് തന്നെയാണ് എന്ന് പറയുമ്പോൾ, ദിലീപ് പറയുന്നു ഞാൻ എൻ്റെ ഭാഗത്ത് സത്യമുണ്ട് നീതിയുണ്ട് എന്ന് പറയുമ്പോൾ, ഒരു പക്ഷേ ദിലീപ് കൂടി ഇതിനകത്ത് ഇറങ്ങണം. ഇറങ്ങി ഇത് ആരാണ് ഇതിന്റെ പിന്നിൽ കളിച്ചതെന്നുള്ളത് കൃത്യമായിട്ട് കണ്ടെത്തണം. അതല്ല പൾസർ സുനി എന്ന് പറയുന്ന ക്രിമിനലിന്റെ മൈൻഡിൽ ഉദിച്ച ഒരു ബുദ്ധിയാണ് പൾസർ സുനി എന്ന ക്രിമിനൽ പറയുന്ന ആ വ്യക്തി ആ പാമ്പിടിച്ച പെൺകുട്ടിയോട് ചെയ്ത ഒരു ഇതാണെന്നുണ്ടെങ്കിൽ അതും കൃത്യമായിട്ട് വരണം. പൾസർ സുനിയുടെ വായിക്കാത്തുനിന്ന് തന്നെ ഇത് വരുത്തേണ്ടെന്ന ഉത്തരവാദിത്തം നമ്മുടെ സംസ്ഥാന സർക്കാരിനും നമ്മുടെ നീതിപീഠത്തിനുമുണ്ട്. അതെന്തായാലും തെളിവ് പുറത്തു കൊണ്ടുവരണം. ഇനി ഹൈക്കോടതിയിലേക്ക് പോകുന്ന അതിജീവിതയുടെ കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ സെഷൻ കോടതിയിലാണ് ഇത്തരത്തിലുള്ള വാദങ്ങൾ ഉണ്ടാകുന്നത്. 8 വർഷം നീണ്ട ഒരു വാദമാണ്. പലതും ഹൈക്കോടതിയിലും പോയിട്ടുണ്ട്, സുപ്രീം കോടതിയിലും പല കാര്യം ഇതുമായി ബന്ധപ്പെട്ടത് പോയിട്ടുണ്ട്. അവിടെ നിന്നെല്ലാം ദിലീപിന് അനുകൂലമായിട്ടാണ് കാണുന്നത്, നമ്മൾ കണ്ടിട്ടുള്ളത്. ഇനി ഹൈക്കോടതിയിലേക്ക് പോവുകയാണ്. ഈ ഒരു പ്രോസിക്യൂഷൻ ഇത് വെച്ച് ഹൈക്കോടതി പോകാതിരിക്കുന്നതാണ് നല്ലത്. നല്ല വക്കീലിനെ വെച്ചുകൊണ്ട് ആദ്യം മുതൽ വീണ്ടും ഒരു തുടരന്വേഷണം ചെയ്തുകൊണ്ട് കൃത്യമായിട്ടുള്ള തെളിവുകൾ, ഇനി എത്രമാത്രം തെളിവുകൾ ഇനി ശേഖരിക്കാൻ പറ്റുമെന്നുള്ളത് അറിയില്ല. തെളിവുകൾ പലതും നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇതിനിടയിൽ പലതും മിന്നി മാഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്രമാത്രം ഇനി ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവും എന്നുള്ളത് നമ്മൾ നോക്കിയിരിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പോഴും ആ മെമ്മറി കാർഡ് കാണാമറിയത്താണ്. മാത്രമല്ല ഇനിയും ഇത് വീണ്ടും ഒരു തുടരന്വേഷണം, വീണ്ടും ഒന്നേന്നുള്ള ഒരു ഇതെന്ന് പറയുന്നത് പലതും ഇതിൽ പോയിട്ടുണ്ട്, മാഞ്ഞു പോയിട്ടുണ്ട്. 8 വർഷമായില്ലേ? അപ്പൊ ഇതിൽ നിന്ന് കിട്ടുന്നതിൽ നിന്ന് വേണം ഇനി ഹൈക്കോടതിയിലേക്ക് പോകാം. പക്ഷെ ഇതിൽ നിന്നുള്ള ഒരു അനുമാനമൊക്കെ വെച്ച് വേണം ഹൈക്കോടതിയിലേക്ക് പോകാൻ. അങ്ങനെ ഹൈക്കോടതിയിലേക്ക് പോകുന്ന എത്രമാത്രം ഇനി അതിജീവിതയ്ക്ക് ദിലീപിനെ കൊടുക്കാൻ, ഒരു പക്ഷെ മറ്റവർക്ക് കുറച്ചുകൂടി ശിക്ഷ, നല്ല കാഠിന്യമേറിയ ശിക്ഷ കൊടുക്കാൻ ഒരു പക്ഷെ ഹൈക്കോടതിക്ക് പറ്റുമായിരിക്കും. കാരണം അതിപ്പോൾ കുറ്റം തെളിഞ്ഞിരിക്കണം, അവർ 6 പേരും പ്രതികളാണ്. പക്ഷെ ദിലീപിലേക്ക് വരുമ്പോൾ വീണ്ടും ഹൈക്കോടതി എന്തായിരിക്കും വിധി വരുന്നത് എന്നുള്ളതാണ് ഇതിന്. അതും ഈ പറയുന്നോണം തെളിവുകൾ നിരത്താൻ പ്രോസിക്യൂഷനോ അന്വേഷണ വിഭാഗത്തിനോ കൃത്യമായി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ വീണ്ടും ദിലീപിന് ഒരുപക്ഷെ രക്ഷപ്പെടാനുള്ള സാധ്യതയാണ്. അങ്ങനെ ഉണ്ടാവാതിരിക്കും. ഇനി ദിലീപ് തന്നെയാണ് കുറ്റക്കാരൻ, അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ ആരാണെന്നുള്ളത് കണ്ടെത്തുക. ദിലീപിലേക്ക് മാത്രം ശ്രദ്ധ തിരിക്കാതെ ഇത് പൾസർ സുനിയിലേക്ക് ശ്രദ്ധ തിരിച്ചുകൊണ്ട് ഇതിന്റെ പിന്നിൽ മറ്റേതെങ്കിലും ഗൂഢതന്ത്രങ്ങൾ ഉണ്ടായിരുന്നോ, മറ്റേതെങ്കിലും സംഗതികൾ ഉണ്ടായിരുന്നോ എന്നുള്ളത് കണ്ടെത്തേണ്ടിയിരിക്കും. ഇതിപ്പോൾ പലതും തെളിവുകൾ നശിക്കപ്പെടാൻ, യഥാർത്ഥ പ്രതികളെ നഷ്ടപ്പെടുത്താനാണ് ഇതൊക്കെ സാധിച്ചിട്ടുള്ളത്. ദിലീപ് സത്യവാനാണെങ്കിൽ, ദിലീപ് തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലുള്ള ഒരു കാര്യം ഞാൻ പറയുന്നത്, ദിലീപ് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ശരിക്കും പ്രതികൾ, യഥാർത്ഥ പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള നീണ്ട 8 വർഷമാണ് ശരിക്കും നമ്മുടെ നീതിപീഠം ഈ പറയുന്ന നിയമമൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ദിലീപിലേക്ക് മാത്രം ശ്രദ്ധ ചെലുത്താതെ ഇനിയെങ്കിലും, അതായത് ഒന്നോ രണ്ടോ വ്യക്തികളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ ദിലീപിലേക്ക് മാത്രം ഇതുവരെ ശ്രദ്ധ ചെലുത്തിയത്. ഇനി പൾസർ സുനിയിലേക്ക് കുറച്ചുകൂടി ചെന്നിട്ട് ഇതിന്റെ ബാക്കിൽ ആരാണെന്നുള്ള കൃത്യമായിട്ട് കണ്ടെത്താൻ പൾസർ സുനിയുടെ വായിന്നേ വീട്ടുള്ളൂ. ആൾ ഇങ്ങനെ പറയുന്നതും പറയാത്തതുമായിട്ടുള്ള പല കാര്യങ്ങൾ പല ചാനലിലൂടെയൊക്കെ വരുന്നുണ്ട്. അതല്ല വേണ്ടുന്നത്. കൃത്യമായിട്ട് പൾസർ സുനിയെ നിരീക്ഷിച്ചുകൊണ്ട്, അല്ലെങ്കിൽ 6 പ്രതികളെ നിരീക്ഷിച്ചുകൊണ്ട് ഇത് എവിടെ നിന്നാണ്, എന്താണ്, ഏത് കൊട്ടേഷൻ, ഏത് ഗൂഢാലോചനയാണ് എന്ന് അവരിലൂടെ മാത്രമേ ഇനി നമ്മുടെ മലയാളി സമൂഹത്തിന്, സിനിമാ ലോകത്തിന് മനസ്സിലാവുകയുള്ളൂ. അല്ലാതെ ദിലീപിലേക്ക് മാത്രം ചെല്ലുമ്പോഴാണ് വീണ്ടും ദിലീപ് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഒരു പക്ഷേ ഈ തെളിവുകൾ അതിനിടയിലൂടെ മിന്നിമാഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് ഹൈക്കോടതിയിലേക്ക് പോകുന്നെങ്കിൽ തുടരന്വേഷണം ആദ്യം മുതൽ തന്നെ കൃത്യമായിട്ട് ഒരാളിലേക്ക് മാത്രമേ, ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു പലപ്പോഴും ദിലീപിനെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ കാണും, അല്ലെങ്കിൽ അത്തരത്തിൽ നിൽക്കുന്നത് കാണും. കാരണം ദിലീപിലേക്ക് മാത്രം ചെല്ലുമ്പോൾ മറുഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ നീതിയുക്തമായിട്ട് ഇഴകീറി പരിശോധന നടത്തിക്കൊണ്ട് പൾസർ സുനിയാണ് കുറ്റക്കാരനാണെന്നുണ്ടെങ്കിൽ അയാളിൽ നിന്നുകൊണ്ട് തന്നെ ഈ ഒരു പുനർചിന്തനം ചെയ്തുകൊണ്ട്, അതായത് ഈ അന്വേഷണം വീണ്ടും തുടരന്വേഷണം നടത്തിക്കൊണ്ട്
ഒന്നേന്ന് തുടങ്ങണം. അങ്ങനെയെങ്കിൽ കൃത്യമായിട്ട് ഇതിന്റെ പിറകിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നുള്ളത് കണ്ടെത്താനായിരിക്കും. അല്ലാതെ ഇതേ രീതിയിൽ ഹൈക്കോടതി പോയി കഴിഞ്ഞാൽ ദിലീപിന് ഇത് തന്നെയായിരിക്കും ഹൈക്കോടതിയും വിധിക്കുന്നത്. കാരണം തെളിവുകളില്ല, ഗൂഢാലോചനയുടെ ഒന്നും തന്നെയില്ല. 8 വർഷം സെഷൻ കോടതി അങ്ങനെ ഇങ്ങനെയൊന്നും ഒരു വിധി പറയത്തില്ല. ഇപ്പോൾ ജഡ്ജി ഉൾപ്പെടെ പലരും ഇത് പറയുന്നുണ്ട്, ശരിയല്ല എന്നുള്ള രീതി മറ്റുള്ള അഡ്വക്കേറ്റ് ഈ പറയുന്ന വക്കീലന്മാർ പറയുന്നുണ്ട്. അവരെ കുറ്റപ്പെടുത്തിയിട്ടോ അല്ലെ അവരെ ഇത് ചെയ്തിട്ടോ കാര്യമില്ല. ഇത് കൃത്യമായിട്ട് ഇഴകേറി പരിശോധിച്ച് തന്നെയാണ് ഇന്നത്തെ വിധി വന്നിരിക്കുന്നത്. അവിടെ പരാജയപ്പെട്ടത് പ്രോസിക്യൂഷനും അന്വേഷണ ഉദ്യോഗസ്ഥരുമാണ്, നമ്മുടെ സർക്കാരാണ്. കൃത്യമായ തെളിവുകൾ കൊടുത്താലല്ലേ ഇത് ഈ പറയുന്ന വിധി വരാൻ പറ്റത്തുള്ളൂ. ഒന്നുമില്ല, ഇഴകേറി തന്നെയാണ് പരിശോധിക്കുന്നത്. അതുകൊണ്ട് ഇനി ഹൈക്കോടതിയിലേക്ക് അതിജീവിതം പോകുന്ന നല്ലൊരു പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ നല്ലൊരു അഡ്വക്കേറ്റിനെ കണ്ടുകൊണ്ട് കൃത്യമായിട്ട് തന്നെ പൾസർ സുനി 6 വ്യക്തികൾ കുറ്റക്കാരാണ്, അവരെ നിർത്തിക്കൊണ്ട് ഇതിന്റെ പിന്നിലെ കൂടെ തന്ത്രം എന്താണെന്നുള്ള കണ്ടെത്തേണ്ടിയിരിക്കും.